നമസ്കാരം. ഇത് രാജീവാണ്, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. CS എക്സിക്യൂട്ടീവിൻ്റെയും CS പ്രൊഫഷണലിൻ്റെയും റിസൾട്ടുകൾ വന്നു. ഫെബ്രുവരി 25 വന്നത്. ഈ റിസൾട്ട് വന്നതിന് ശേഷം ധാരാളം കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്. ഞാനും പല കുട്ടികളുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു ഗുരുകുലമാണ്. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ പേഴ്സണലായിട്ട് സംസാരിക്കാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാർ എന്തുകൊണ്ടാണ് എനിക്ക് വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാഞ്ഞത്? എൻ്റെ പഠിക്കുന്ന രീതിയാണോ പ്രശ്നം? എഴുതുന്ന രീതിയാണോ പ്രശ്നം? അതോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ടൈറ്റ് വാല്യുവേഷൻ ആയതാണോ പ്രശ്നം? ഇനി ഞാൻ ഇംഗ്ലീഷ് മീഡിയം അല്ലാത്തതാണോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോമേഴ്സ് അല്ലാത്തതാണോ പ്രശ്നം? അങ്ങനെ ന്യൂമറസ് ആയിട്ടുള്ള കാരണങ്ങൾ ചോദിക്കാറുണ്ട്. ഇവരോടൊക്കെ കാരണങ്ങളെ ഓരോരുത്തരോടായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടഫ്. കാരണം എൻ്റെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. എന്നോട് പലരും സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഞങ്ങൾ എന്തിനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? പലരും ചോദിക്കുന്നത് എന്തിനും ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാണ്. ഇന്ത്യയിൽ റെസിഡൻഷ്യലായിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം, ഒന്നാമത് ലീഡിംഗ് സ്ഥാപനമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. റെസിഡൻഷ്യലായിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്ന, കഴിഞ്ഞ 13 വർഷമായിട്ട് പഠിപ്പിക്കുന്ന, ലിമിറ്റഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നോട് ചോദിക്കുകയാണ്, സാർ ഞങ്ങൾ കോഴ്സ് അവിടെ വന്ന് പഠിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ ആ സ്കാനർ വെച്ച് നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, സ്കാനേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് സ്കാനർ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാസ്സായിക്കൂടെ? ആ ചോദ്യം വളരെ രസകരമായൊരു ചോദ്യമാണ്. കാരണം സ്കാനർ എന്താണ് എന്നതിൽ അവരുടെ ധാരണയിലുള്ള പ്രോബ്ലമാണിത്. സ്കാനർ ഒരിക്കലും ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ല. സ്കാനർ പഠിക്കാനുള്ള പുസ്തകമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, കുട്ടികളെല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ സ്കാനർ വാങ്ങുന്നു. ഈ സ്കാനർ വെച്ചാണ് പഠിക്കുന്നത്. നോക്കൂ, സ്കാനർ വെച്ച് പഠിക്കുന്നതിന് മുമ്പേ സ്കാനർ എന്താണെന്ന് മനസ്സിലാക്കൂ. സ്കാനർ എന്ന് പറയുന്നത്, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, എന്താണോ നിങ്ങളുടെ സിലബസ് അത് മുഴുവനുമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ, അതിലെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതിലേതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് സ്കാനർ. സ്കാനർ പഠിക്കാനുള്ള ടൂളല്ല. പിന്നെ ഒരേ ചോദ്യങ്ങൾ തന്നെ പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ പിന്നെ സ്കാനറോട് എന്താ ഗുണം? നമ്മളാണെങ്കിൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. CS എക്സിക്യൂട്ടീവിൻ്റെ ഇക്കണോമിക് ലോ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, സെക്കൻഡ് മോഡ്യൂളിൽ. അതിൽ ഫോറിൻ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് പേജാണ്. ഞാനൊക്കെ 18 മണിക്കൂർ വരെ എടുത്തിട്ടാണ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ 25 അല്ലെങ്കിൽ 30 സ്റ്റുഡൻസിനെ ഫോക്കസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ പരീക്ഷയിൽ 37 പേരാണ് CS എക്സിക്യൂട്ടീവ് പരീക്ഷയിൽ അവരെഴുതിയ എക്സാം അവർ പാസ്സായത്. ദെൻ CS പ്രൊഫഷണലിൽ 10 പേര് അവരെഴുതിയ ഗ്രൂപ്പുകൾ പാസ്സായി, 4 പേര് ഫുള്ളി ക്വാളിഫൈഡ് ആയി. അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ CS എക്സിക്യൂട്ടീവ് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ അങ്ങനെ ആ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഈ സ്കാനർ വെച്ച് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഫോറിൻ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 100-ലധികം പേജുകളുണ്ട് ഇവിടെ. ഈ 100-ലധികം പേജുകൾ 10-18 മണിക്കൂറിൻ്റെ ലെക്ചർ കേൾക്കാതെ ആ സ്കാനറിലുള്ള 10 ചോദ്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ പാസ്സാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധ്യതയേ ഇല്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്തേക്കാം, പക്ഷെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറച്ച് സമയത്ത് മാത്രമാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതർ കേസസ് ഇറ്റ് ഈസ് ഓൾ ന്യൂ ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ്. ആൻഡ് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദിക്കും, കുറവ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചാപ്റ്ററിൽ നിന്നായിരിക്കും ചിലപ്പോൾ 16 മാർക്കിനും 18 മാർക്കിനും ചോദിക്കുന്നത്. സോ ഒരു സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി മെറ്റീരിയൽ വായിക്കാതെ, അത് മുഴുവൻ പഠിക്കാതെ,
അപ് ടു ഡേറ്റ് നോളജ് അക്വയർ ചെയ്യാതെ സ്കാനർ ഈസ് നോട്ട് യൂസ്ഫുൾ. എൻ്റെ പലരും ചോദിക്കാറുണ്ട്, സാറിൻ്റെ സ്കാനർ എവിടെയാണ്? എൻ്റെ അടുത്ത് സ്കാനറുണ്ട് സർ, ആ കമ്പനിയുടെ സ്കാനറുണ്ട്, ഈ കമ്പനിയുടെ സ്കാനറുണ്ട്, അവിടുത്തെ കമ്പനിയുടെ സ്കാനറുണ്ട്, ഇവിടുത്തെ കമ്പനിയുടെ സ്കാനറുണ്ട്. എന്താണ് സ്കാനർ? ഇത് എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്യുന്ന ആൾ അയാളുടെ ലോജിക്ക് അനുസരിച്ച് കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ വായിക്കണേ. എൻ്റെ ലോജിക്കും നിങ്ങളുടെ ലോജിക്കും ഒരിക്കലും മാച്ച് ആവണമെന്നില്ല. സോ ഒരു സ്കാനർ വെച്ച് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. ഞാനെങ്ങാനും സ്കാനർ മോശമാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോറി, അതല്ല എൻ്റെ ഇൻറ്റൻഷൻ. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് സ്കാനർ ഇസ് എ ബാഡ് ടൂൾ. സ്കാനർ ഇസ് എ ഗുഡ് ടൂൾ. ആർക്ക്? എ പേഴ്സൺ ഹു ആൾറെഡി കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹെർ സ്റ്റഡി ബേസ്ഡ് ഓൺ ദ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. Without looking onto the study material, if you are trying to learn from the scanner, and the journey will be tough. I'm telling this. സോ സ്കാനർ വാങ്ങണം, സ്കാനർ ഉപയോഗിക്കണം, പക്ഷെ ആദ്യം സ്റ്റഡി മെറ്റീരിയൽ പഠിക്കണം. സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്ത് പഠിക്കൂ. ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ പഠിക്കൂ. ആ ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കൂ. അതിനുശേഷം നിങ്ങൾ ഈ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ സെക്ഷൻസ് റിമെമ്പർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേസിലോ റിമെമ്പർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്കാനർ ഉപയോഗിക്കാം. So scanner is a good tool for the right person. So scanner നോക്കി പഠിക്കരുത്. സ്കാനർ അപകടമുണ്ടാക്കും. ഐ ആം ടെല്ലിങ് ദിസ്. സോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കൂ. ടെക്സ്റ്റ് ബുക്കേ പഠിക്കാവൂ. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ബാച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജൂണിലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ 25 കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഉപയോഗപ്പെടുന്ന ആൾക്കാർക്ക് സ്കാനർ ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികളില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ്, അയച്ചു കൊടുക്കവർക്ക്. അവർ മനസ്സിലാക്കട്ടെ, പാവങ്ങളെ പാസ്സായിക്കോട്ടെ അല്ലേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.